ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ എങ്ങനെ നമുക്ക് ബ്രൗണി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഓവനൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബ്രൗണിക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമോളം ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ നല്ല കളറ്, നല്ല ഡാർക്ക് കളറ് ബ്രൗണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല ഡാർക്ക് കളറിലുള്ള ചോക്ലേറ്റ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ 100 ഗ്രാം ഇതേപോലെ തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഈ പാത്രം ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ചൂടായിട്ട് തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് എക്സ്ട്രാ ഇത്തിരി ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ്. ഏകദേശം ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് ആ ഒരു ബട്ടറും കൂടെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഒട്ടും തണുപ്പില്ലാത്ത ബട്ടർ എടുക്കാൻ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു 2 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഇട്ട് കൊടുക്കുക, റൂം ടെമ്പറേച്ചറിലുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ആ ഒരു പഞ്ചസാരയും മുട്ടയും ഒക്കെ കൂടെ ഒന്ന് കമ്പൈനായിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കുക. 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ചേർത്തത് എൻ്റെ കയ്യിൽ കുഞ്ഞ് സ്പൂണാണ്. വീഡിയോയിൽ അത്യാവശ്യം വലുപ്പമുണ്ടെന്നുണ്ടെങ്കിലും അത് ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. എന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഓവറായിട്ട് 3 പ്രാവശ്യമൊന്നും നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് കേക്കിൻ്റെ ടെക്സ്ചറല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. എൻ്റെ ഒരു ടെക്സ്ചർ കുറച്ച് ക്രാക്സ് ആയിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഈ ഒരു ബ്രൗണിയുടെ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം മുട്ടയും പഞ്ചസാരയും വാനില എസൻസും കൂടെ മിക്സ് ചെയ്ത് വെച്ചുള്ള ആ ഒരു ബാറ്റർ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല എളുപ്പത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതും കൂടെ മുഴുവനായിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രൗണിയുടെ ബാറ്റർ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്കിലാണ് ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഈ ബ്രൗണി കിട്ടുള്ളൂ. കേക്കിൻ്റെ പോലെ അത്ര ഫ്ലഫി ആയിട്ടൊന്നുമല്ല ഈ ഒരു ബാറ്റർ ഇരിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടണം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ബ്രൗണി ഉണ്ടാക്കാനുള്ള ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുള്ളത്. അത് ആ ഒരു ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുത്തതിൻ്റെ പേരിലാണ്. പിന്നെ കൊക്കോ പൗഡർ എടുക്കുമ്പോഴും അത്യാവശ്യം ഡാർക്ക് കളറിൽ തന്നെ എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കേക്ക് ടിന്ന്, സ്ക്വയറിലുള്ള കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി. അതിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രൗണിയുടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും ഈ ഒരു ബ്രൗണിയുടെ. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഞാനിതാ ഒരു പാത്രം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതേപോലെ ഒരു റിങ്ങോ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു കേക്ക് ടിന്ന് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ടിന്ന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 25 to 30 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കേക്കിനേലും കുറച്ചും കൂടെ ടൈം എടുക്കും, കാരണം അത് അത്യാവശ്യം ബാറ്റർ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും ഇത് കുക്കായിട്ട് വരുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഒരു ക്രാക്കായിട്ട് അത്യാവശ്യം നല്ല കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് 30 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും. ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ചൂടോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. ഇതേപോലെ ഞാനൊന്ന് പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതാ ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ ഇതേപോലെ ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബ്രൗണിയുടെ കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വീട്ടിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ബ്രൗണി ഉണ്ടാക്കി നോക്കിട്ടോ. എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.